വാർത്തകൾ ഇനി ആലുവല്ലേ. മുല്ലപ്പെരിയാർ റെഡ് അലർട്ട് പ്രതിഷേധവുമായി SDPI. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ റെഡ് അലർട്ട് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ അലോഷ്യസ് കൊള്ളനൂർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡാം വിഷയത്തിൽ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ കൃഷ്ണൻ എരനിക്കൽ പറഞ്ഞു. കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജനസമ്പർക്ക യാത്രയിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ച ഒരു വിഷയ സംബന്ധമായി ഏറ്റവും കൂടുതൽ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ട 100 കണക്കിന് പരാതികൾ. ആ പരാതികൾക്ക് മറുപടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്ത ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് SMS-ലൂടെ വിവരം ലഭിച്ചിരിക്കുന്നത് അടുത്തുള്ള ത്രിതല പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്നെന്താണ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന തമാശയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, രാജ്യത്തിന് സുപ്രീം കോടതിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുൾപ്പെടെ നിരവധി പരാതികൾ പോയിട്ടുണ്ട്. അങ്ങനെ ഡാം സേഫ് ആണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ പറയുമ്പോൾ പിന്നെ എന്തിനാണ് രണ്ടാമത്തെ ഡാം പണിയാൻ തീരുമാനിച്ചത്? രണ്ടാമത് ഡാം പണിയാൻ തീരുമാനിച്ചു. ഞാൻ പറയുന്നത് റോഷി അഗസ്റ്റിൻ വീണ്ടും ജലവിഭവ മന്ത്രി വീണ്ടും ഡാം പണിയാൻ തീരുമാനിച്ചപ്പോൾ 2013 ഇതേ പ്രഖ്യാപനം വന്നതാ. 2013 പുതിയ ഡാം പണിയാൻ വേണ്ടി പ്രഖ്യാപനം വരികയും മുല്ലപ്പെരിയാർ സമരസമിതി ജനറൽ കൺവീനർ അജ്മൽ കെ മുജീബ്, SDPI സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ, മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ K മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി ബാബു മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം TM മൂസ, മണ്ഡലം പ്രസിഡന്റ് റഷീദ് അരമല്ലൂർ, മണ്ഡലം സെക്രട്ടറി നാസറുദ്ദീൻ കുരുവിനാപ്പാറ, മുല്ലപ്പെരിയാർ സമരസമിതി അംഗങ്ങളായ നിയാസ് മക്കാർ, ഷാജി കുടുംബുഴ, അബുലൈസ് മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.